നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 Mobile 9037 917 916. വാർത്തകൾ വിശദമായി. 72 പേരുമായി റഷ്യയിലേക്ക് പറന്ന യാത്രാവിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീണു. നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ട്. കസാക്കിസ്ഥാനിലെ അക്തവ് ഏരിയയ്ക്ക് സമീപമാണ് സംഭവം. 67 യാത്രക്കാരും 5 ജീവനക്കാരുമായി റഷ്യയിലേക്ക് പറക്കുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് ലാൻഡിങ്ങിനിടെ തീപിടിച്ച് കത്തിയമർന്നത്. അസർബൈജാനിലെ ബക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നത്. 39 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. വിമാനത്തിലുണ്ടായിരുന്ന 32 പേർ രക്ഷപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. രക്ഷപ്പെട്ടവരിൽ 11ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളുമുണ്ട്. Ева Китта. Ёб твою мать! Блядь! Ёб твою мать! Ева Китта. Ёб твою мать! Блядь! ഗ്രോസ്നിയിലെ മൂടൽമഞ്ഞ് കാരണം വിമാനം വഴിതിരിച്ചു വിട്ടിരുന്നു. വിമാനത്താവളത്തിനു മുകളിൽ നിരവധി തവണ റൗണ്ട് ചെയ്ത ശേഷമായിരുന്നു അപകടമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 52 രക്ഷാപ്രവർത്തകർ അപകടസ്ഥലത്തെത്തിയതായി കസാക്കിസ്ഥാൻ എമർജൻസി മന്ത്രാലയം അറിയിച്ചു. താഴ്ന്നു പറന്ന വിമാനം നിലത്ത് തട്ടിയ ശേഷമാണ് തീ പിടിച്ചത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു. വിമാനത്തിൽ പക്ഷിക്കൂട്ടം ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.